Next is from our grandmother's side, we have our dear ones from Kalisuri. I would like to call Joy Chai to share a few words. ഇന്ന് നമ്മുടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് അറിയാവുന്നത് ഏറ്റവും സ്നേഹമുള്ള എൻ്റെ അളിനെ കുറിച്ച് രണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ പിതാവ് ബിസിനസ് നഷ്ടമായി കുറെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന സമയത്താണ് അളിയൻ എൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത് ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോയത്. ഒപ്പം തന്നെ ശുചിയിൽ കൊണ്ടുപോയി 66 തൊഴിൽ കിട്ടുകയും ചെയ്തു. അളിയൻ മലയാളത്തിൽ അറിയാം. അന്ന് ഇന്നത്തെ ഞങ്ങളുടെ സ്നേഹം തന്നെ എനിക്ക് നൽകുന്നുണ്ട്. എന്നാൽ തന്നെ അടുത്ത സമയത്തൊന്നും മുട്ടായി വരുവാനൊന്നും സാധിച്ചില്ല. അപ്പച്ചനുള്ള സമയത്ത് എല്ലാ മാസവും 1-2 സമയം വരുമായിരുന്നു. എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയും അച്ഛനെ കാണാൻ പോകാം എന്ന്. അവൾ അളിയനെ അങ്ങനെയാണ് കഴിയുന്നത്. പക്ഷേ നാളെ ആകണം പറഞ്ഞ സമയം എൻ്റെ പ്രേമ ഇന്ന് ഇല്ലെങ്കിലും ആ വിഷം അറിയാതെ ഒന്നുപോലെ നോക്കുന്ന കുഞ്ഞുങ്ങളെ ഈ സമയം നോക്കുന്നു. കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിച്ച് ഇന്ന് പ്രാർത്ഥിക്കുകയും ദീർഘായുസ് തരികയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക്. Now I would like to hear from Thomas Chan Abhishan as he has closely worked with Papa and Sakib. So over to you. ഞാൻ 36 വർഷം എപ്പോഴും സ്നേഹത്തോടും അത് ഫാക്ടറി വരുന്നുണ്ട്. മിക്ക മാസങ്ങളിൽ 2 മാസത്തിൽ വന്ന് കാണുകയും സ്നേഹാന്വേഷണം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട അടിയനാണ്. ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. എൻ്റെ പെങ്ങൾ മരിച്ചതിന് ശേഷം മുത്തവങ്ങളായിരുന്നു. മരിച്ചതിന് ശേഷം പ്രയാസം ഭാരങ്ങൾ അനുഭവിച്ചു. മക്കളുമായി സന്തോഷത്തോടെ കഴിയുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ദൈവവും അറിവിച്ചു വന്നു. തുടർന്നുള്ള വർഷങ്ങൾ ആയുരായാലും സൗഖ്യം സന്തോഷം സമാധാനം എല്ലാം നേടിയിട്ട് ദൈവത്തിന് സന്നിധിയിൽ വെച്ചു കൂടുതൽ താല്പര്യം. Thank you, Mr. for that speech. Now, from our native place, Mundra, we have Papa's friends and well-wishers who have come today. I would like to invite KP sir, who is also a member of the church and a neighbor, to share a few words. വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു അസുലഭമായ സന്ദർഭത്തിൽ ഇതിൽ പങ്കാളിയാകുവാൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ
ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ പിതാവിനെ. അതിനുശേഷം എൻ്റെ ഒരു പിതൃസ്ഥാനീയനായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ചെറുപ്പകാലം മുതൽ ദേവചാനുമായിട്ട് പല കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ പലരും പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ സന്ദർഭത്തിൽ രണ്ടുപേരെ സ്മരിക്കാതിരിക്കാൻ പറ്റും. ഒന്ന് കയറുള്ള അപ്പച്ചൻ, രണ്ടാമത് ലില്ലിമാം. വേവിച്ചാരുടെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ പിന്നിൽ നമ്മൾ എപ്പോഴും പറയും ഒരു ആളുടെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ലില്ലിമാമ വേവിച്ചാരുടെ ജീവിതത്തിൽ നൽകിയതായ സ്വാധീനം അത് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഈയിടെ ഞങ്ങളുടെ പള്ളിയുടെ പിന്നിൽ പോയപ്പോൾ ഞാൻ ഒരു വീട്ടിൽ നമ്മുടെ അച്ഛൻ ഇരിക്കുകയും ചെയ്ത് ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ യുവജനസംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് പിരിവിനൊക്കെ ചെല്ലുമ്പോൾ 2 രൂപ 5 രൂപ 10 രൂപ ഒക്കെ കിട്ടുന്ന കാലത്ത് ഇടവേള ഒരു ആവശ്യത്തിന് ചെന്ന് ചോദിച്ചാൽ 100 രൂപയുടെ നോട്ട് അന്ന് തരുന്ന ഇത് ലഭ്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് പിരിവിന് പോകുമ്പോൾ ആകെ ഒരു സമാധാനത്തോടു കൂടി ചെല്ലുന്ന, അത് ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സ്, അതിലൊരു വിലക്കില്ലാതെ അങ്ങനെ പണം നൽകുന്നതിന് യാതൊരു വിലക്കും വേവിച്ചാൽ കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ആ നല്ല ഒരു സ്മരണ ഇപ്പോൾ. അതുപോലെ അപ്പച്ചനെ സംബന്ധിച്ച് പറയുമ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, 107 വയസ്സിൽ അദ്ദേഹം അന്തരിക്കുന്ന സമയത്ത് അതിന് തൊട്ട് ഒരു സമയത്ത് ഇങ്ങനെ പത്രം ചേർത്ത് വെച്ച് വായിക്കുന്നതും വേദപുസ്തകം വായിക്കുന്നതും കാഴ്ചയാണ് മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ പിതാവിന്റെ ഒരു വലിയ പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ കുടുംബത്തിന്റെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും അത് മുഖാന്തരമായിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അതുപോലെ ദൈവഭയത്തില് ജീവിച്ച ഒരു മാതാവും പിതാവുമായിട്ട് വേവിച്ചാന്റെ അപ്പച്ചനും അമ്മയ്ക്കും തീർച്ചയായിട്ടും അവരുടെ ആ വലിയ പ്രാർത്ഥനയും അവരുടെ ആ വലിയ ആ ഒരു ലാളിത്യം. അപ്പച്ചനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ വലിയ ഞങ്ങളുടെ പ്രദേശത്ത് നല്ല സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അപ്പച്ചന്റെ ആ എളിമയും അമ്മച്ചയുടെ എളിമ അത് കണ്ടുപഠിക്കേണ്ടതാണ്. അത്രമാത്രം വലിയ ലാളിത്യത്തിന്റെ ഉടമയായിരുന്നു ആ കുടുംബം. അതിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിചാരത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തുകൊണ്ട് നാട്ടിൽ വന്നതിന് ശേഷം ഇടവകയിലെ ചുമതലകൾ ഏറ്റെടുത്തു, ക്രിസ്റ്റിയായിട്ടൊക്കെ ഇരുന്നു. ആ സമയത്തും അതിനുശേഷം സൺഡേ സ്കൂൾ അധ്യാപകനായി ഞങ്ങൾ വേവിച്ചാനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇടയായി. സൺഡേ സ്കൂളിൽ വേവിച്ചാൻ ഹെഡ്മാസ്റ്ററായിരുന്നു. ഈ പറഞ്ഞതുപോലെ വേവിച്ചാൻ ഹെഡ്മാസ്റ്ററായപ്പോഴാണ് സൺഡേ സ്കൂളിൽ ഒരു ചിട്ടവട്ടമൊക്കെ ഉണ്ടായി. മറ്റേത് അങ്ങനെ ഒരു ചിട്ടവട്ടം എല്ലാ രജിസ്റ്ററുകൾ എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒക്കെ ഭംഗിയായിട്ട് പോകും. അതുപോലെ നാടിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം വളരെ അക്ഷീണമായിട്ട് പ്രവർത്തിക്കും. അതൊക്കെ ഞങ്ങളെ പലപ്പോഴും ഒരുമിച്ച് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ഒരുമിച്ച് ആകാശത്തിലൊക്കെ പോവുകയും ഇന്ന് നമ്മൾ മുട്ടാറില് ഉപയോഗിക്കാൻ പറഞ്ഞ വണ്ടി തലയെ വെച്ചുകൊണ്ട് പോകേണ്ട ആ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് എല്ലാവരുടെ വീടുകളിൽ വാഹനങ്ങൾ എത്തുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ വേവിച്ചാൽ അങ്ങനെ നാടിന്റെ വികസനത്തിന് അദ്ദേഹം വലിയ സമ്മാനം. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വള്ളംകളി നടക്കുന്നു. ഇവിടെ കുഞ്ഞോജ വള്ളംകളി പ്രേമിയാണ്, കറക്റ്റാണ്. ആ വള്ളംകളിക്ക് വേണ്ട എല്ലാവിധമായ പ്രോത്സാഹനവും വേവിച്ചാനും കുഞ്ഞോജാനും ഒക്കെ ബിജുവും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നിന്നു പോകരുത്. നമ്മുടെ നാട്ടിലെ ഒരു സാംസ്കാരികമായ ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേവിച്ചാനും കുഞ്ഞോജാനും. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉള്ള പിന്തുണ വേവിച്ചാന്റെ ഭാഗത്തുനിന്ന്. രണ്ടാമത് വേവിച്ചാനുള്ള ഒരു ഞാൻ സവിശേഷമായി കണ്ടിട്ടുള്ള ഒരു ഗുണം, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും രീതിയിൽ നന്നാകാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിക്കും. അതുപോലെ മറ്റുള്ളവരുടെ നന്മയിൽ ഒരിക്കലും അസൂയപ്പെടാത്ത ഒരാളാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെയും അദ്ദേഹത്തിന്റെ ആയുഷിന്റെയും രഹസ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം പലപ്പോഴും പല ആളുകൾക്ക് സാധിക്കാത്ത ഒരു കാര്യം, നമുക്കൊരു ദുഃഖഭവനത്തിൽ പോയി കരയുന്നതിന് വലിയ സന്തോഷം, അല്ലെ സന്തോഷമല്ല വളരെ എളുപ്പം സാധിക്കും. എന്നാൽ ഒരു സന്തോഷ ഭവനത്തിൽ പോയി അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് കഴിയുമെന്നാണ്.
അത് ജീവിതത്തിൽ സാധിക്കുന്ന ആളുകളാണ് നല്ല ആരോഗ്യത്തോടും നല്ല ആയുസ്സോടും കൂടി ഇരിക്കുന്നതെന്ന് ഞാൻ പല ആളുകളെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലായി. അതിൽ ഒരാളാണ് ദൈവത്തെ. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാനുള്ള ഒരു മനസ്സിന്റെ ഉടമയായി വേദിക്കാൻ ഞങ്ങളുടെ വള്ളംകളിയുടെ ആ സംഘാടക സമിതിയുടെ പേരുള്ള ഒരു മെമന്റോ ഇപ്പോൾ സമർപ്പിക്കാനായിട്ട് കൺവീനർ കൂടിയായിരിക്കുന്ന പ്രിയ മാധവി ശ്രാമികനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ മെമന്റോ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. എടാ അതങ്ങ് മേടിച്ചോടാ. ഒളിമാമ അപ്പുറത്ത് വയ്ക്കും. Okay, now this is all this is all Next, we would like to invite our closest neighbor and Acha's closest friend from childhood, Shivu Chai, to the stage. ഇവിടെ സദസ്സിലായിരിക്കുന്ന കുടുംബം എല്ലാ ബന്ധുമിത്രാംഗങ്ങൾക്കും പ്രിയതേച്ചാനുള്ള ബന്ധുമിത്രാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും ചർച്ചക്കാർക്കും അയൽവക്കാർക്കും എല്ലാവർക്കും വേണ്ടതെന്ന കർത്താവിന്റെ ക്രിസ്തുനാമത്തിലേക്ക് സ്നേഹവന്തി അറിയിക്കുന്നു. ഇതുവരെ ബന്ധുമിത്രാദികൾ ഒക്കെയാണ് ബേച്ചാനെ വിട്ടു പറഞ്ഞത്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്ബറായി ബേച്ചാൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഭവനത്തിൻ്റെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുമായി മുന്നിൽ കടന്നു വന്നിരിക്കുന്നത്. വലിയ സ്നേഹത്തോടും വലിയ സന്തോഷത്തോടുമാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. പലരും പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ ഫലം അനുസരിച്ച് നോക്കുമ്പോൾ ഒത്തിരി വിജയത്തോടുകൂടി ഒന്ന് പറഞ്ഞു, ഇന്ന് സമയമില്ല, ഒത്തിരി നീട്ടുന്നതിൻ്റെ പ്രസംഗം എന്നെ നിങ്ങൾ പറഞ്ഞു. എങ്കിലും ഒന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് ഇരിക്കുകയാണ്. കാരണം ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിദ്യത്തിൻ്റെ ഉടമയാണ് പ്രിയ ബേച്ചാൻ. ശിജി പറഞ്ഞതുപോലെയൊക്കെ എന്നാ പിന്നെ ഞങ്ങളുടെ ബേച്ചാൻ്റെ കുഞ്ചാൻ പറഞ്ഞതുപോലെ ഒരു ദൈവം തന്ന കൽപ്പനയിൽ ഒന്ന് വാർത്തത്വമാണ്. നിന്റെ അപ്പനും അമ്മയും ബഹുമാനിച്ച നിനക്ക് ദീർഘായുസ്സുണ്ടാകും. പ്രൈസലോ. കാരണം എൻ്റെ അറിവായ കാലം മുതൽക്ക് തന്നെ ആ പൂമുഖത്ത് പ്രിയ അപ്പച്ചനെ ഇരുത്തി എങ്ങനെ പരിപാലിച്ചത് ഞാൻ ഇതുവരെ എങ്ങും അതുപോലെ കണ്ടിട്ടില്ല. അതുപോലെ മാനിച്ചതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രിയ ബേച്ചൻ. അതുപോലെ തന്നെ ശിജി പറഞ്ഞതുപോലെ സന്ദേശമൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊക്കെ കൊച്ചിലെ പേടിയായിരുന്നു പ്രിയ ബേച്ചൻ വരുന്നതല്ലേ. കാരണം ഞാനും ബിച്ചുമൊക്കെ കളിച്ചു നടക്കുന്ന പ്രായത്തില് പ്രിയ ബേച്ചാൻ്റെ പറമ്പിലായിരിക്കും കളിക്കുന്നത്. അദ്ദേഹം വെളിയിൽ പോകുന്ന സമയത്തായിരിക്കും കളിക്കുന്നത്. കാറ് വരുമ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബേച്ചാൻ വരണമെന്നേ ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഞങ്ങൾ അവിടെ ഓടി രക്ഷപ്പെടും. ആ കൂട്ടത്തിൽ ബിജു ഓടുക, അത്ര ആ പേടിയായിരുന്നു. എന്നാൽ പ്രൈസ് റിട്ടയറായി കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ നല്ല അഭിപ്രായത്തോടെ തൻ്റെ ജീവിത ശൈലിയാണ് ഒരു മാതൃകയാണ് തൻ്റെ കുടുംബവും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടും കാണിക്കേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാരണം ഒരു കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ
അത് ക്ലിയറായിട്ട് ചെയ്യുവാനും എടുത്തുകൊണ്ട് വരുന്നതും നമുക്ക് ഉദാഹരണമായിട്ട് ഒരു ഫോൺ ബില്ലായിക്കോട്ടെ, ഒരു കറണ്ട് ബില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ കരമടച്ച രസീത് ആയിക്കോട്ടെ, വെച്ചാൽ ചിലപ്പോൾ ഞാനിവിടെ ആയിരിക്കും പോകുന്ന അടയ്ക്കാനൊക്കെ ഫണ്ട് അന്ന് ഒരു ഫയൽ എടുത്തുകൊണ്ട് വരും. ഇതിൻ്റെതായ എല്ലാ കോപ്പിയും സൂക്ഷിക്കുന്ന ഒരു ഫയൽ, അതിൻ്റെതായ ഫയൽ. അന്നപ്പോഴേ ഞാൻ ഓർക്കും അദ്ദേഹത്തിന്റെ ജീവിത ശൈലി, ആ ചിട്ട എല്ലാ ക്രമമാണ്. ഇത് പ്രിയ അച്ഛൻ പറഞ്ഞതുപോലെ കണ്ട 90 വയസ്സ് തോന്നുന്നില്ല. ബിജു ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് പ്രിയ അടുത്തുള്ള നെയ്ബറായ ഞാൻ പോലും 90 വയസ്സായെന്ന് അറിയുന്നത്. അതുകൊണ്ട് കുടുംബത്തിന്റെ പേര് ഞാൻ സമയം നിൽക്കുന്നില്ല, ഒത്തിരി പറയാനുണ്ട്. എങ്കിലും വചനം പറയുന്നു, സുഗന്ധദ്രവ്യത്തേക്കാൾ നല്ലതല്ലോ നിന്റെ പേര്. ശലോമോൻ പറയുന്ന വചനമാണ്. കാരണം നല്ല സ്വഭാവമുണ്ടെങ്കിൽ അയൽവക്കം പറയും, ദേശം പറയും, അതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലുത്. അതുപോലെ തന്നെ പല നഷ്ടങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും നഷ്ടങ്ങളെ കാട്ടും വലിയ നന്മ ദൈവത്തരം വചനം പറയുന്നു. റോമർ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ താൻ ചെയ്ത നല്ല പ്രവൃത്തികൾക്കെല്ലാം നന്മയെ ചെയ്യട്ടെ. തന്റെ മക്കളും അതുപോലെയാണ്. തന്റെ ഇപ്പോഴും ഞാൻ പറയട്ടെ, 90 വയസ്സിലും തന്റെ മക്കളെ ബിജുവിനെയായാലും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പ്രിയ പേച്ച ആണെന്ന് എനിക്ക് ഉറപ്പ് പറയാം. അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ എല്ലാ സഹോദര കുടുംബങ്ങളെയൊക്കെ കണ്ടത് വളരെ സന്തോഷമുണ്ട്. വെള്ളിച്ചാച്ചി കുടുംബവും ഇങ്ങനെ പ്രിയ ചാച്ചി കുടുംബവും തോന്നിന്റെ അപ്പച്ചന്റെ കുടുംബവും പൊടിമാമ്പെണ്ണവും അതുപോലെ തന്നെ അമേരിക്കയിലായി കൊച്ചുപാപ്പൻ ആളുകളായി എൻ്റെ കൊച്ചു പ്രായത്തിലാണ് കണ്ട് സന്തോഷിക്കാനിടയായി ഞാൻ വളരെ നന്ദി പറയുന്നു. എൻ്റെ പിള്ളവേലി എൻ്റെ കുടുംബത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഒരു മെമ്മന്റോ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വികാരിയച്ഛൻ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹമാണ്. ഈ സന്തോഷം നിറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത് വ്യഭിചാരമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധമാണ്. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാമൂഹികമായിട്ടും മതപരമായിട്ടും ഇടവകത്തിലും എല്ലാം ഞങ്ങൾ ക്ലോസ്. വ്യഭിചാരം ഞാനൊരിക്കൽ സിക്കിമിൽ ചെന്നായിരിക്കുന്ന സമയത്ത് വ്യഭിചാരം ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു ഇരുതൊരുക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. പിന്നീട് ഞാൻ വ്യഭിചാര ഇടവകയുടെ സെക്രട്ടറി ട്രസ്റ്റി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇടവകയുടെ കണക്കിനായിരുന്നു. വ്യഭിചാരിയെ പങ്ക്ച്വാലിറ്റിയാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. വ്യഭിചാരോടുകൂടി വ്യഭിചാര ട്രസ്റ്റിയായിട്ടിരിക്കുമ്പോൾ ഞാൻ കൂടെ പ്രവർത്തിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിരുന്നു. കൂടാതെ ഞാൻ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്ന സ്ഥാനം തുടർന്ന് വ്യഭിചാരാണ് സിക്കിമിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തെ പ്രവർത്തിക്കുന്നത്. അതിനെ ഉപരിയായിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ എന്നെ ഒരു കോൺട്രാക്ട് ആക്കിയത് വ്യഭിചാരം. ഒരു റോഡ് വഴി അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യും. ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തില് വഹിക്കാൻ കൊള്ളാവുന്നത്, ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് സ്നേഹമാണ്. വ്യഭിചാരന്റെ ജീവിതത്തില് ഒന്നറിയാവുന്നത് സ്നേഹമാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ചിരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു വലിയ കഴിവ് അത് വ്യഭിചാരമുണ്ട്. വ്യഭിചാര കാഴ്ചപ്പാടുണ്ട്, അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരും എന്നുള്ളത് അതിന്റെ വ്യക്തതയാണ്. എ മാൻ ഓഫ് വിഷൻ ആൻഡ് എ മാൻ ഓഫ് ആക്ഷൻ. അതുപോലെ തന്നെ എ മാൻ ഓഫ് കമ്പാഷനാണ്, മറ്റുള്ളവരോട് കരുണയുള്ള ഒരു വ്യഭിചാരമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്.
എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ച സമയത്ത് ഞാൻ ബേബിച്ചാനോട് പറയാതെ തന്നെ ബേബിച്ചാൻ എങ്ങനെയോ അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ സർജറി കൊണ്ടുവന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു, എന്നോട് പറഞ്ഞു ഫോൺ വിനായിട്ട് കൊടുത്ത് പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു വലിയ ഒരു കഴിവ് ലഭിച്ചാലുണ്ട്, ഒരു സമർപ്പണമുണ്ട്, കൃപയുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ലഭിച്ചാൽ കൊടുത്തിരിക്കുന്ന ദൈവം കൊടുത്തിരിക്കുന്ന ഈ ആയുസ് ദൈവം ഏറ്റവും അനുഗ്രഹമായിട്ട് തീർക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ 90 വയസ്സ് വരെ ഇരിക്കുന്നതിന്റെ കാര്യം ദീർഘായുസ്സോട് കൃത്യമെടുക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞത് 191 സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗമാണ്. 4 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ 90 വയസ്സ് വരെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇരിക്കുക. ഒന്നാമത്തെ കാര്യം അത്യുന്നത മറവിൽ സർവശക്തന്റെ കീഴിലും പാർത്താൽ ദീർഘായുസ്സോട് തന്നെ കൃത്യമെടുക്കും. രണ്ടാമത്തെ ഷിപ്പും പറഞ്ഞതുപോലെ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയാണെങ്കിൽ നിനക്ക് നന്മ ഉണ്ടാകുവാനും ദീർഘായുസ്സോടിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ വ്യവസായന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റിന് ശേഷം ഈ പറഞ്ഞ 17 തരം വർഷങ്ങളിൽ സ്വന്തം പിതാവിനെ അന്വേഷിച്ചതാണ്, ശുശ്രൂഷിച്ചതാണ് വ്യവസായ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു അവസരമെന്ന് ഞാൻ മുൻപൊരിക്കൽ പറയണ്ട. അതുപോലെ തന്നെ മൂന്നാമത് 34 സങ്കീർത്തനത്തിൽ പറയുകയാണ്, നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് എന്ന് പറയുന്നത്. ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജപരാതിന്റെ അതിനകത്തേക്ക് കാത്തു. വ്യവസായ ജീവിതത്തിൽ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതിനകത്തേക്ക് കാത്തു. സദസ്യകയിൽ പറയുന്നുണ്ട് യഹോവഭക്തി ആയുസ്സിനെ ദീർഘമാക്കണം. അപ്പോൾ ഈ ദീർഘായുസ്സിന്റെ വ്യവസായത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ഒരു വരമാണ്. ഈ നല്ല സ്വഭാവങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ദൈവം ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കുന്നത്. വളരെയധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഇപ്പോൾ പറയാൻ ഞാൻ ശ്രമിക്കാത്തതിൻ്റെ കാര്യമുണ്ട്. ഈ നവതി ആഘോഷിക്കുമ്പോൾ പറഞ്ഞു തീരാത്തത്, ശതാബ്ദി ആഘോഷിക്കുമ്പോൾ പറയാമെന്നുള്ള വലിയ പ്രത്യാശയിലാണ് ഞാൻ തുടർന്ന് അധികമായി പറയാൻ ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് എല്ലാവരും വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവം ശതാബ്ദി ആഘോഷിക്കുവാൻ എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ചിലരൊക്കെ പാട്ട് പാടിയുണ്ട്. പാട്ട് പാടാൻ അറിയാത്ത ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാട്ടൊന്നും പാടുന്നത് കാരണം ഞങ്ങളുടെ വീടിന് ഡ്രസ് കടയാണ്, അവിടെ കാളൊക്കെ എനിക്ക് അത് കാര്യം പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇറക്കാൻ കിട്ടത്തില്ല. ആരോട് എങ്കിൽ ഞാൻ ഈ പാട്ട് പാടുകയാണ്. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും തിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കാക്കും തിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം,